കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ കടയിലെ തൂണിൽ നിന്നും യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. മരണപ്പെട്ട റിജാസിന്റെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ ഉടനടി പരിഹരിച്ചില്ലെങ്കിൽ സമരങ്ങളുമായി മുന്നോട്ടു പോകാനാണ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. ഇവരുമായി ആനന്ദ് പുത്തൂർ ചേരുകയാണ്. ആനന്ദ്, നീതി ലഭിച്ചില്ലെങ്കിൽ സർക്കാരിന്റെ കൃത്യമായ ഇടപെടൽ, ധനസഹായമടക്കം കുടുംബത്തിന് നൽകിയില്ലെങ്കിൽ സമരം ശക്തമാക്കാൻ തന്നെയാണ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. തീർച്ചയായും KP, ഈ കഴിഞ്ഞ ദിവസമാണ് കുറ്റിക്കാട്ടൂരിൽ ഈ ബൈക്ക് കേടായതിനെ തുടർന്ന് കടവരാന്തയിലേക്ക് കയറി നിൽക്കുന്ന സമയത്ത് ഈ കുറ്റിക്കാട്ടൂർ സ്വദേശിയായ 19 വയസ്സുള്ള റിജാസ് ഇത്തരത്തിൽ ഈ കടയിലെ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് മരിക്കുന്ന ഒരു ദാരുണമായ സംഭവം ഉണ്ടാവുന്നത്. ഈ കടക്കാരൻ പറയുന്നതനുസരിച്ച് ഇത്തരത്തിൽ ഈ കടയിലെ ഈ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടായിരുന്നെന്നും KCBയെ ഈ പരാതി അറിയിച്ചിരുന്നെന്നും കടക്കാരൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട KCB ഉദ്യോഗസ്ഥർ ഈ കടയിൽ വന്ന് പരിശോധിക്കുകയും എന്നാൽ പരാതി രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഈ വൈദ്യുതി വിച്ഛേദിക്കാൻ മടങ്ങുകയുമായിരുന്നു എന്നുള്ള ഒരു ആക്ഷേപം ആ സമയത്ത് തന്നെ വളരെ കാര്യമായി തന്നെ ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ മരിച്ച റിജാസിന്റെ സഹോദരൻ പോലീസിൽ പരാതി നൽകിയിരുന്നു. ആ പ്രധാനപ്പെട്ട ഒരു പരാതി, ഈ KCB കുറച്ചുകൂടെ കാര്യക്ഷമമായി തന്നെ ഈ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടിരുന്നെങ്കിൽ, കാര്യക്ഷമമായി ഈ പ്രശ്നം പരിഹരിച്ചിരുന്നുവെങ്കിൽ തന്റെ അനിയന്റെ ജീവൻ നഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നേരത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്നു. എന്നാൽ ഇത്രയും ദിവസമായിട്ടും ഈ കുടുംബത്തിന്റെ ആവശ്യങ്ങളൊന്നും പരിഗണിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ മരിച്ച റിജാസിന്റെ കുടുംബത്തിന് 19 വയസ്സാണ്. ഇന്നലെ കുടുംബത്തിന്റെ ഉപ്പ ജനം ടിവിയോട് വ്യക്തമാക്കിയത്, അതായത് തങ്ങളെ നോക്കേണ്ട മകനാണ് തങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. ഇത്ര തന്നെ പണം തന്നാലും അതിന് മതിയാവില്ല, അനുകൂലമായിട്ടുള്ള നടപടികൾ ഉണ്ടാവണം, അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നതിൻ്റെ ഒരു ആവശ്യത്തിലേക്ക് എത്തുന്നത് പോലും ഇത്തരത്തിൽ ദിവസങ്ങൾ പിന്നിട്ടിട്ട് പോലും ഒരു നഷ്ടപരിഹാര തുക സർക്കാർ കൊടുക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നടപടിയെടുക്കാൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നതിലേക്ക് ആ നാട്ടുകാരെ എത്തിച്ചത്. ഈ ആക്ഷൻ കൗൺസിലിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള സംവിധാനം അടക്കമുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിരിക്കുന്നത്. ഈ ആക്ഷൻ കൗൺസിലിന്റെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ ഈ നഷ്ടപരിഹാരം, അർഹമായ നഷ്ടപരിഹാരം കുടുംബത്തിന് ലഭ്യമാക്കുക. അത് മാത്രമല്ല ഈ KCB ഇത്തരത്തിൽ ആരാണോ ഇത്തരത്തിൽ അനാസ്ഥ കാണിച്ച ഉദ്യോഗസ്ഥർ അവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടിയെടുക്കുക എന്നുള്ള ഈ ആവശ്യങ്ങൾ തന്നെയാണ് ആക്ഷൻ കൗൺസിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ കുടുംബം ആരോപിച്ച മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു, പക്ഷേ അസ്വാഭാവികമായിട്ടുള്ള ഒരു മരണത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. KCB അടക്കം ഇത്തരത്തിൽ ഈ കേസിൽ പ്രതി ചേർക്കണമെന്നുള്ള ഒരു ആവശ്യമായാണ് കുടുംബം നേരത്തെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഈ കൃത്യമായിട്ടുള്ള ഒരു നഷ്ടപരിഹാരം സർക്കാർ നൽകാൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളെ മുന്നോട്ട് പോകും എന്നാണ് ആക്ഷൻ കൗൺസിൽ കഴിഞ്ഞ ദിവസം നമ്മളെ അറിയിച്ചത്. മാത്രമല്ല ഈ മഴക്കാലമായതുകൊണ്ട് തന്നെ ഈ നിരവധി കേസുകൾ ഇത്തരത്തിൽ ഈ ഷോക്കേറ്റുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഇത്തരത്തിൽ കുറ്റിക്കാട്ടിലുള്ള ഒരു 12 വയസ്സുകാരനെ ഈ ഷോക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കുട്ടി ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നുള്ള ഒരു നിർദ്ദേശവും ഇപ്പോൾ പൊതുവെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. KP, സമരം ശക്തമാക്കാൻ തന്നെയാണ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. ആനന്ദ് പുത്തൂരാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ.